ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നിരൂസ് വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ മീൻകറി റെസിപ്പിയാണ്. വേറെ ആരെങ്കിലും ഉണ്ടാക്കുന്നത് ഞാൻ തന്നെയാണ്. റെസിപ്പി അമ്മ പറഞ്ഞുതരും, ഞാൻ ഉണ്ടാക്കും. അപ്പോൾ ചൂടായി ഇന്ന ചട്ടിയിലോട്ട് നമ്മൾ എണ്ണ ഒഴിച്ചു തിളയ്ക്കാൻ വേണ്ടി. എണ്ണ ചൂടായതിന് ശേഷം ഞാൻ കടുവിടാനുള്ള വെയിറ്റിങ്ങിലാണ്. പിന്നെ അപ്പോൾ ആ സമയം കൊണ്ട് അവിടെ ഇരുന്ന് ഉപ്പ് ടിന്നിൽ ഉപ്പ് ഇളക്കി കളിച്ചു. കടു പൊട്ടിയതിനകത്ത് പിന്നെ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും അരച്ച് വെച്ചത് ഇട്ട്, പിന്നെ പച്ചമുളക് കൂടെ ഇട്ട്, പിന്നെ നല്ലോണം ഇളക്കി മിക്സാക്കി. എനിക്ക് ഫുഡ് ഉണ്ടാക്കുന്നതിന് ഏറ്റവും ഇഷ്ടമുള്ള പ്രോസസ്സ് ഈ ഇളക്കുന്നതാണ്. ഒരുപാട് ഇഷ്ടമല്ല, അപ്പം നമുക്ക് കൈവേദന എടുക്കും. ഇത്തിരി ഇങ്ങനെ ഇളക്കുന്ന ഇഷ്ടമാണ്. പിന്നെ നല്ലോണം ഒരു ബ്രൗൺ ഷെയ്ഡാവുന്ന വരെ നല്ലോണം വഴറ്റി ഇങ്ങനെ ഇളക്കിയിരുന്നു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നല്ലോണം ഒരു ചെറിയ ബ്രൗൺ ഷെയ്ഡ്, ഒരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡായി വരാൻ തുടങ്ങി. ഏകദേശം ബ്രൗൺ ഷെയ്ഡാവേണ്ട, അതിപ്പോൾ ഒരു ഗോൾഡൻ ചെറിയൊരു ആ ഒരു ഷെയ്ഡ് വന്ന് പിന്നെ ഇളക്കി. ഇപ്പം നല്ലൊരു ബ്രൗൺ ഷെയ്ഡായിട്ടുണ്ട്. അമ്മയുടെ മീൻ വെട്ടുന്നു. എന്തോ മീൻ എന്തോ മീൻ അമ്മ പിന്നെ അവിടെ മീനുടൻ പൊരിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലായിരുന്നു. മസാലയെല്ലാം തേച്ച് മിക്സാക്കി വെച്ച്, പിന്നെ അതിനകത്ത് നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക്, പിന്നെ ഉലുവാപ്പൊടി, മല്ലിപ്പൊടിയുടെ ഇട്ട് ഇതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം തട്ടി നല്ലോണം മിക്സാക്കി കൊടുത്തു. നല്ലോണം എല്ലായിടും മിക്സാവുന്ന രീതിയിൽ നല്ലോണം ഇളക്കി. എണ്ണ കുറവായതുകൊണ്ട് കുറച്ച് എണ്ണയുടെ ഒഴിച്ച് ഒന്നുകൂടെ നല്ലോണം മിക്സ് ചെയ്ത് പിന്നെ വെട്ടി വെച്ച തക്കാളിയുടെ എടുത്തിട്ട് എല്ലാം വെച്ചുകൊണ്ട് സുഖമായിരുന്നു ഉണ്ടാക്കാൻ. പിന്നെ അതെല്ലാം നല്ലോണം മിക്സ് ചെയ്ത്, പിന്നെ അതിൽ കുറച്ച് പുളിവെള്ളം പിഴിഞ്ഞ് വെച്ചത് ഒഴിച്ചു കൊടുത്തു. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ആ മസാല അതിനകത്ത് ആ വെള്ളത്തിനകത്ത് നല്ലോണം യോജിക്കുന്ന രീതിയിൽ നല്ലോണം ഒന്ന് ഇളക്കി. പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തൊന്ന് മിക്സാക്കി. തീ കുറച്ചാണ് ഇട്ടേക്കുന്നത്. പിന്നെ പൊരിക്കാനുള്ളതും നമ്മൾ നല്ല മസാലയെല്ലാം തേച്ച് ഇതാക്കി വെച്ചിട്ടുണ്ട്. മീൻ കറിക്കകത്ത് ഇടാനുള്ളതും വെട്ടിക്കഴുകി നല്ല ഫ്രഷായിട്ട് വെച്ചിട്ടുണ്ട് അമ്മ. മീൻ കറി തിളയ്ക്കാൻ വെച്ച സമയത്ത് സൈഡിൽ കൂടെ മീനൂടെ അങ്ങ് പൊരിച്ച് മാറ്റി അമ്മ. മീൻകറി നല്ലോണം വെട്ടി തിളച്ച സമയത്ത് നമ്മൾ നല്ല കഴുകി ഫ്രഷാക്കി വെച്ച നെയ്ച്ചാളയെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് മീൻകറിയിലോട്ട് ഇട്ട് കൊടുത്ത്. പിന്നെ ഈ മീൻകറി വെച്ചാൽ ഞാൻ മീൻകറിയിലെ മീൻ കൂട്ടത്തില്ല, എനിക്കിഷ്ടമല്ല. ഞാൻ മീൻ പൊരിക്കുകയാണെങ്കിൽ മാത്രമേ കഴിക്കത്തുള്ളൂ, അല്ലാതെ മീൻകറിയിലെ മീൻ ഞാൻ കൂട്ടാറില്ല, എനിക്കെന്തോ ഇഷ്ടമല്ല. പിന്നെ തോരത്തിന് ബീൻസും സലാഡിനും ഉള്ളത് അമ്മ അവിടെ എടുത്ത് വെച്ചായിരുന്നു. പിന്നെ മീൻകറി അടച്ചു വെച്ച് തിളയ്ക്കാനായിട്ട് പിന്നെ മീൻ അവിടെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ വെച്ച മീൻ കറി. പിന്നെ കരിവേപ്പിലയുടെ ഇട്ട് അടച്ചു വെച്ച മീൻ കറി. അപ്പോൾ ഇതെല്ലാമായിരുന്നു ഇന്നത്തെ ഉച്ചത്തെ ഒരു ഫുഡ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.